നമസ്കാരം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയെക്കുറിച്ച് വിവിധ വ്യാജ വാർത്തകൾ ഇവിടെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അവിടുന്ന് വലിയ സ്വർണ്ണക്കട്ടികൾ കാണാതെ പോയി, വെള്ളിക്കട്ടികൾ കാണാതെ പോയി, സംഭാവന നൽകി ഏതാണ്ട് 3300 കോടിയോളം രൂപ കാണാതെ പോയി, ഇതെല്ലാം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലുമെല്ലാം ഹിന്ദുമതത്തെ അപമാനിക്കുന്ന രീതിയിൽ ശ്രീരാമനെ ഒരു പപ്പു യാദവ് എന്നൊരു നീചൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടിടുന്ന തരത്തിലുള്ള നാടകങ്ങളും നാം കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ സ്വതന്ത്രമായിട്ട് അന്വേഷണ സംഘം ഒരു ഓഡിറ്റ് നടത്തിയിരുന്നു. ആ ഓഡിറ്റിൽ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് സംഭാവന ലഭിച്ച 3300 കോടി രൂപയും വെള്ളിക്കട്ടികളും സ്വർണ്ണക്കട്ടികളും എല്ലാം സുരക്ഷിതമായി തന്നെ കണക്കിൽപ്പെടുത്തി സുരക്ഷിതമായി തന്നെ ബാക്കിയുണ്ട്. ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ അതാത് നിക്ഷിപ്ത അക്കൗണ്ടുകളിലാണെങ്കിലും ലോക്കറുകളിലാണെങ്കിലും സുരക്ഷിതമായി തന്നെ നിലവിലുണ്ട്. കൊള്ള നടന്നിട്ടുള്ളത് ഈ കാണിക്കയുണ്ടല്ലോ, നേരിട്ട് കാണിക്കയിടുന്ന കാണിക്കയിൽ എണ്ണുന്നിടയിൽ നിന്ന് മാത്രമാണ് കൊള്ള നടന്നിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്വേഷണ സംഘത്തിൻ്റെ ഈ റിപ്പോർട്ട് ഒരുപക്ഷെ പൊളിച്ചെഴുതുന്നത് വലിയ ആസൂത്രിതമായൊരു വ്യാജ പ്രചരണത്തെയായിരുന്നു. കാരണം ഈ ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്രീരാമക്ഷേത്രം എന്നുള്ളത് ഭാരതത്തിലെ ഹൈന്ദവരുടെ അഭിമാന സ്തംഭമാണ്. കാരണം നമ്മളെ അധിനിവേശ ശക്തികൾ ഒരു തരത്തിൽ പരാജയപ്പെടുത്തി എന്ന് തെളിയിക്കുവാൻ വേണ്ടി അവരുയർത്തിയ ഒരു ബിംബത്തെ ഭാരതീയർ പൊളിച്ചു കളഞ്ഞ് നമ്മുടെ പൈതൃകത്തെ വീണ്ടെടുത്തതിൻ്റെ ഒരു തെളിവാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം. അധിനിവേശ ശക്തികളെല്ലാം മണ്ണടിഞ്ഞു പോയിട്ടും അധിനിവേശ ശക്തികളുടെ അവശിഷ്ടങ്ങൾ രക്തത്തിൽ അലിഞ്ഞു പോയ കുറേ ഭരണാധികാരികൾ ദീർഘകാലമായി
തടഞ്ഞു വെച്ചിരുന്ന അല്ലെങ്കിൽ തടയുവാൻ ശ്രമിച്ച ഭാരതത്തിൻ്റെ പൈതൃകം വീണ്ടെടുക്കുവാനുള്ള, ഭാരതത്തിൻ്റെ ആത്മാവ് വീണ്ടെടുക്കുവാനുള്ള 500 വർഷങ്ങൾ നീണ്ട ഒരു പോരാട്ടത്തിൻ്റെ പരിണാമമായിരുന്നു ശ്രീരാമക്ഷേത്രം. അയോധ്യയിലെ ആ ശ്രീരാമക്ഷേത്രത്തെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ താറടിച്ച് കാണിക്കുവാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ ശിലാപ്രതിഷ്ഠ നടന്ന ദിവസം മുതൽ, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി വന്ന ദിവസം മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ ശ്രീരാമനെ അപമാനിക്കുവാനും ശ്രീരാമൻ ഒരു ഉണ്ടായിരുന്നെന്നുള്ളതിന് തെളിവില്ല എന്ന് കോടതിയിൽ പറയുവാനുമെല്ലാം കോൺഗ്രസ് ഉൾപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾ മുൻപന്തിയിൽ നിന്നിരുന്നു. ശ്രീരാമക്ഷേത്രം ഉയർന്നതിന് ശേഷവും ഒരിക്കൽ പോലും അവിടെ ഭക്തിപൂർവ്വം ദർശനം നടത്താത്ത നേതാക്കളെല്ലാം ഇപ്പോൾ എൻ്റെ ശ്രീരാമൻ്റെ കാശ് എല്ലാവരും കൂടി കൊണ്ടുപോയി, വെള്ളിക്കട്ടികളും സ്വർണ്ണക്കട്ടികളും കൊണ്ടുപോയി എന്ന് വടക്കേ ഇന്ത്യയിൽ, ഹിന്ദിയിലും ഇവിടെ മലയാളത്തിലും കിടന്ന് വിലപിക്കുന്നത് നാം എല്ലാം കണ്ടതാണ്. അതിൻ്റെ ഒരു ഏകദേശ സത്യാവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത്. കാണിക്കയിൽ കൊള്ള നടന്നിട്ടുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. അവിടെ വലിയ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കാണിക്കയെ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക സ്ഥാനം കാണുമല്ലോ, ആ സ്ഥാനത്ത് വലിയ കൊള്ള നടന്നിട്ടുണ്ട്. കെട്ടുകെട്ടുകളായി നോട്ടുകൾ ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാകും. കാരണം ശ്രീരാമക്ഷേത്രത്തിലേക്ക് വരുന്ന സംഭാവനകൾ അത്രയും വലുതാണ്, കാണിക്ക വളരെ വലുതാണ്. പക്ഷേ സംഭാവനയായി ലഭിച്ചിട്ടുള്ള സ്വർണ്ണക്കട്ടികളും വെള്ളിക്കട്ടികളും 3300 കോടിയോളം രൂപയും സുരക്ഷിതമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം, കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഉള്ളതെന്ന് ഓർക്കുക. യോഗി സർക്കാരിൻ്റെ നേതൃത്വത്തിലല്ല. ആ റിപ്പോർട്ട് കോടതിയിലാണ് സമർപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ ആഭ്യന്തര വകുപ്പിനുമല്ല. ആ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം ഇപ്പോൾ ഈ വ്യാജ പ്രചരണങ്ങളെല്ലാം പൊളിച്ചടുക്കുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് ഒരുപക്ഷെ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ടായിരിക്കും ഈ രാജ്യവിരുദ്ധരോ അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധരോ മുന്നോട്ട് വരിക. ഇപ്പോൾ അവർക്കെല്ലാവർക്കും ശ്രീരാമചന്ദ്രനോട് വലിയ സ്നേഹമാണ്, രാംലല്ലയോട് വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ ഈ അന്വേഷണ റിപ്പോർട്ടോടുകൂടി പതിയെ പുറത്തു വരുവാൻ തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയോ വ്യാജഗാന്ധി കുടുംബത്തിനെയോ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ അവരെ പിന്താങ്ങുന്ന സമാജ്വാദി പാർട്ടിയോ പോലുള്ള ഹിന്ദു വിരുദ്ധരെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഹിന്ദുക്കൾക്ക്, അവരുടെ നടപടികളിൽ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. അവരെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷേ പല നിഷ്പക്ഷരും ഇപ്പോൾ മുന്നോട്ട് വന്ന് രാമക്ഷേത്രത്തിൻ്റെ സമയത്ത് മിണ്ടാതിരുന്നവർ, എന്നാലും എൻ്റെ ശ്രീരാമചന്ദ്രൻ്റെ കാണിക്ക അടിച്ചുകൊണ്ടുപോയില്ലേ, സ്വർണ്ണക്കട്ടികൾ അടിച്ചുകൊണ്ടുപോയില്ലേ എന്നുള്ള നിലവിളികൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ അവസരം വീണ്ടും ഹൈന്ദവ വിശ്വാസങ്ങളെ അപമാനിക്കുവാനുള്ളൊരു സുവർണാവസരമായി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ അവിടെ നടന്ന ഈ കാണിക്കക്കൊള്ള ചെയ്തവർക്ക് വലിയ ശിക്ഷ, അവരർഹിക്കുന്നതിലും വലിയ ശിക്ഷ, കൊള്ളയ്ക്കുള്ള ശിക്ഷയല്ല, ഒരു ഹിന്ദുക്കളുടെ വിശ്വാസത്തെ കൊല ചെയ്തതിനുള്ള ശിക്ഷ തന്നെ നൽകണമെന്നുള്ള അഭിപ്രായം രാമഭക്തരുടെ ഇടയിലുണ്ട്. പക്ഷേ രാമക്ഷേത്രത്തിനെയോ രാമക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റികളെയോ ചിലരുണ്ടാകാം അതിൽ പഴിചാരപ്പെടേണ്ടവർ, അവരെല്ലാം ഇപ്പോൾ പുറത്താണ്. അന്വേഷണത്തിൻ്റെ പരിധിയിലാണ്. പലരും ഇപ്പോൾ ജയിലറകൾക്കുള്ളിലുമാണ്. അന്വേഷണ സംഘത്തിൻ്റെ ഈ റിപ്പോർട്ട് ആത്യന്തികമായി വെളിവാക്കുന്നത് രാമക്ഷേത്രത്തിനെതിരെ നടന്നൊരു വലിയ ഗൂഢാലോചനയാണ്. ആ കാണിക്കയിട്ട തുക എണ്ണിത്തിട്ടപ്പെടുത്തുന്ന സ്ഥാനത്ത് നിന്ന് കളവ് പോയ വിഷയത്തെക്കാളും രാമക്ഷേത്രത്തിനെതിരെ കാലങ്ങളായി നടന്നു വരുന്ന വലിയൊരു ഗൂഢാലോചനയാണ് ഇത് വെളിവാക്കുന്നത്. ആ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന, കാലാകാലങ്ങളായി ആ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൈന്ദവ വിശ്വാസങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നൊരു സംഘത്തിൻ്റെ വലിയൊരു അധിക്ഷേപ ശ്രമവും അവരുടെ യഥാർത്ഥ മുഖങ്ങളും കൂടിയാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഇന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് വെളിവാക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ തൽക്കാലം ഇത്രമാത്രം. കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ വാർത്ത അറിഞ്ഞപാടെ പ്രേക്ഷകരുമായി അത് പങ്കുവയ്ക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഇത് എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.